നമസ്തേ. സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതപഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നമുക്കൊരു ഭക്തയുടെ അനുഭവമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ആ കുട്ടിയുടെ പേര് രാധ എന്നാണ്. ഈ രാധ അച്ഛനില്ല. കുറേ നാൾ മുമ്പ് നടന്നൊരു കഥയാണ് കേട്ടോ. ആ കുട്ടിയുടെ അമ്മയ്ക്കാണെങ്കിലും സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ അടുത്ത് നല്ലൊരു ധനികരുടെ വീടുണ്ട്. അവർ ധനസ്ഥിതിയും മനസ്ഥിതിയും രണ്ടും ഉള്ളവരായിരുന്നു കേട്ടോ. ആ വീട്ടിലാണ് ഈ അമ്മ ജോലിക്ക് പോകുന്നത്. കുറേ നാൾ മുമ്പുള്ള കഥയല്ലേ. ഈ കുട്ടിയെ ഇങ്ങനെ എന്തെന്നാ പറയണ്ടേ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള നയമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ കൊച്ചമ്മയുടെ കൂടെ അവിടെ പോകും. അവിടുന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കും. വൈകുന്നേരം അടുത്തൊരു ചെറിയ വീട്ടിൽ ഇവർ താമസിക്കുന്നു. വൈകുന്നേരം എല്ലാ പണിയൊക്കെ കഴിച്ചിട്ട് രാത്രി അത്താഴവും കൂടെ കഴിച്ചിട്ട് അമ്മയും മകളും കൂടി ഇവിടെ വന്ന് കിടക്കും. രാവിലെ ഒരു കാട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിച്ചിട്ട് വീണ്ടും പോകും. അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഇവർക്ക്. അപ്പം അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. അപ്പോൾ ഈ രാധയ്ക്ക് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൊച്ചുകുട്ടിയാണ്. അപ്പം അവിടെ ഈ രാധയേക്കാൾ ഒരു 2-3 വയസ്സിന് മൂത്ത ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ മുത്തശ്ശി ചുമ്മാ ഇങ്ങനെ കാലിൽ നീട്ടിയൊക്കെ ഇരുന്ന് ഈ മറ്റേ കുട്ടിയോട് കഥ പറയും. അപ്പം രാധയും അവിടെ ചെന്ന് താഴെ ഇരുന്നിട്ട് രാധയും കേൾക്കും ഇതൊക്കെ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഈ രാധയ്ക്ക് ഒരു 10 വയസ്സായപ്പോഴത്തേക്കും അമ്മ നഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പം എന്നെ അതിന് തന്നെ വീട്ടിൽ പോയി താമസിക്കാൻ പറ്റും. അപ്പോൾ ഉടനെ തന്നെ ഇവർ ഈ വീട്ടുകാരെല്ലാവരും കൂടി തീരുമാനമെടുത്തു. അപ്പോഴത്തേക്കും മുത്തശ്ശിക്ക് പ്രായം ഇഷിയായി. അപ്പം പറഞ്ഞു, എന്നാൽ രാധ ഇനി ഇവിടെ തന്നെ നിൽക്കട്ടെ. അപ്പം മകൻ പറഞ്ഞു, അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി അമ്മയ്ക്ക് എണ്ണ വരട്ടി കൊടുക്കും, കുഴമ്പ് വരട്ടി കൊടുക്കും, എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തുകൊണ്ടൊക്കെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ രാധ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രാധയാ ഇവിടുത്തെ ഒരു കുടുംബാംഗമായിട്ട് അങ്ങനെ കഴിഞ്ഞു. അപ്പം ഈ 2-3 വയസ്സ് മൂത്ത കുട്ടിയുണ്ടെന്ന് പറഞ്ഞല്ലോ, അതോടെയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 17 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു. ദൂരെയുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത്. പക്ഷേ പുള്ളിക്കാരി എപ്പോഴും ഇവിടെ തന്നെയായിരുന്നു മിക്കവാറും ഒക്കെ. അങ്ങനെ ഇവിടെ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ഗർഭിണിയായി. അപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ആഘോഷമാണ്. വീട്ടിൽ ആദ്യമായിട്ടൊരു കൊച്ചു വരാൻ പോകുമല്ലേ, അവിടെ ഒരു തലമുറയിലെ ആദ്യത്തെ കുട്ടിയാണ്. വലിയ സന്തോഷമായി. അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ നല്ലൊരു മിടുക്കൻ സുന്ദരക്കുട്ടൻ ഒരാൺകുട്ടിയാണ് എല്ലാവർക്കും. അത് കഴിഞ്ഞു. അപ്പം മുത്തശ്ശി പറഞ്ഞു, അതേ മോനോട് പറഞ്ഞു, നമുക്ക് ഈ കുട്ടിയുടെ ചോറൂണ് ഗുരുവായൂർ വെച്ച് നടത്തണം, ഒരു പഞ്ചസാര കൊണ്ടൊരു തുലാഭാരവും നടത്തണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഈ രാധയ്ക്കും എല്ലാം ഇതൊക്കെ കേട്ട് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയല്ലോ. അപ്പോൾ ഈ രാധ ഇങ്ങനെ മനസ്സ് വിചാരിച്ചപ്പോഴേ, എനിക്കും ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടിയൊക്കെ ആയാലേ എനിക്കും ഇതുപോലെയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഈ മുത്തശ്ശിയും കൂടെ പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്നായാലും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയില്ല. മുത്തശ്ശിക്ക് തീരെ അവശതയായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഈ മുത്തശ്ശിയും രാധയും മാത്രം വീട്ടിലിരുന്നു. ബാക്കി എല്ലാവരും കൂടെ ഗുരുവായൂർ പോയി കൊച്ചിന് ചോറൂണൊക്കെ കഴിഞ്ഞ് ഇവർ ഇതൊക്കെ കഴിഞ്ഞിട്ട് തുലാഭാരമൊക്കെ നടത്തി ഇവർ തിരിച്ചും പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഈ കുട്ടിയോടെല്ലാം പേരക്കുട്ടികളെല്ലാ വിശേഷവും ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഇതിലേ പോയി, കൃഷ്ണനെ കണ്ടോ, തൊഴുതോ, താമരക്കണ്ണനെ കണ്ടോ, ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ രാധ ഇങ്ങനെ ഇരിക്കുമല്ലേ. അങ്ങനെ ഇരുന്നു. അധികം താമസിയാതെ തന്നെ ഒരു 4-5 മാസമായപ്പോഴത്തേക്ക് ഈ രാധയ്ക്ക് ഒരു വിവാഹാലോചന വന്നു. രാധയ്ക്ക് വിവാഹാലോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഭർത്താവ്. ഇവിടുന്ന് കുറേ പോകണം. രാധയ്ക്ക് വിഷമമായിരുന്നു ഈ മുത്തശ്ശിയൊക്കെ വിട്ടിട്ട് പോകുന്നതിന്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ആ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞ് നിനക്ക് നല്ലൊരു ബന്ധമാണ്, കാരണം അവനാണെങ്കിൽ നല്ല സൽസ്വഭാവമായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ കാര്യം എത്ര കാലം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച് അയാൾക്ക് കൊടുത്തു. അങ്ങനെ അവിടെ പോയി രാധ താമസമാക്കി. അങ്ങനെയായി രാധയ്ക്കും ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴേ രാധയുടെ മനസ്സിൽ അന്ന് തോന്നിയ ആഗ്രഹമുണ്ടല്ലോ, എൻ്റെ കുഞ്ഞിനും ഗുരുവായൂർ പോയി ചോറ് കൊടുക്കണം 6 മാസം ആകുമ്പോഴത്തേക്കും, പിന്നെ പഞ്ചസാര കൊണ്ട് തുലാഭാരവും നടത്തണം, ഇങ്ങനെ വിചാരിച്ചു. അവസാനം അധികം സാമ്പത്തികമൊന്നുമില്ല, ഇദ്ദേഹത്തിന് അത്ര വരുമാനമൊന്നുമില്ലല്ലോ. എങ്കിലും ശരി, ഒരു 5 മാസമായപ്പോഴത്തേക്കും രാധ ഭർത്താവിനോട് ആഗ്രഹം പറഞ്ഞു, നമുക്ക് ഗുരുവായൂർ പോയി കൊച്ചിനൊന്ന് ചോറ് കൊടുത്താലോ എന്ന് ചോദിച്ചു. അത് ചെയ്യാം എന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുള്ള പൈസയൊക്കെ സ്വരുക്കൂട്ടി അങ്ങനെ ഗുരുവായൂർ പോയി.
രാധ ഇഷ്ടം പോലെ തൊഴുതു, കണ്ണനെ കണ്ണിറയെ കണ്ടു, എല്ലാം കഴിഞ്ഞു. പക്ഷെ മനസ്സിൽ മറ്റേ തുലാഭാരത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. കാരണം രാധയ്ക്ക് വിഷമമാണ്. കാരണം കാശ് കയ്യിൽ കാണില്ലല്ലോ. അദ്ദേഹത്തോട് പറഞ്ഞാൽ ഇവിടുന്ന് ഉണ്ടാക്കണേന്നൊക്കെ വിചാരിച്ച് എന്തായാലും രാധയ്ക്ക് ആഗ്രഹം അടക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേഗം രാധ ഭർത്താവിനോട് പറഞ്ഞു, എന്നെ ശകാരിക്കരുത്, എനിക്കൊരു ചെറിയ കാര്യവും കൂടെ പറയാനുണ്ട്. എന്താ എന്ന് ചോദിച്ചു. കുഞ്ഞിനൊരു തുലാഭാരം തൂക്കണമെന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ രാധയെ അത് വീട്ടിൽ വെച്ച് പറയാൻ മേലായിരുന്നോ നേരത്തെ? എന്നാൽ ഞാൻ അതിനുള്ള കാശും കൂടെ കൊണ്ടുവരില്ലായിരുന്നോ? ഇപ്പം കുറച്ച് നമ്മുടെ വണ്ടിക്കൂലിയും കഴിഞ്ഞിട്ട് തുലാഭാരത്തിന് ഉള്ള കാശ് കാണുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം എന്ന് പറഞ്ഞ് അവിടെ അവിടെ കൗണ്ടറിൽ ചോദിച്ചു. അപ്പോൾ എന്നെ കൊണ്ടാന്ന് ചോദിച്ചു. പഞ്ചസാര കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന പറയും, ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശൊക്കെ കൊടുത്തു. ഇത്രയും കാശേ എൻ്റെ കയ്യിലുള്ളൂ, അതിനുള്ള ദ്രവ്യം മതി എന്ന് പറഞ്ഞു. എന്ത് ദ്രവ്യ? പഞ്ചസാര. അയ്യോ, ഇതും കൊണ്ട് തികയുമെന്ന് തോന്നണില്ല കേട്ടോ. അപ്പം രാധ പറഞ്ഞു, അത് ഭഗവാന് അത് മതി, കാരണം എനിക്ക് വിശ്വാസമാണ്. എന്തായാലും അതും കൊണ്ട് ഉള്ള ഇത് മതി, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാൻ എന്താണെന്ന് വെച്ചാൽ നിശ്ചയിക്കട്ടെ, ഞങ്ങൾക്ക് ഇതേ ഇപ്പം നിവൃത്തിയുള്ളൂ എന്നും പറഞ്ഞ് ആ പൈസയ്ക്കുള്ള പഞ്ചസാരയും കൊണ്ട് ഇവിടെ വന്നു. അപ്പോൾ കണ്ടു നിന്നവർക്കൊക്കെ അതിശയം, അയ്യോ ഈ കുഞ്ഞിന് ഇത്രയും മതിയോ, വെയിറ്റ് ഇതിനേക്കാളും കൂടുതലില്ലെന്നൊക്കെ നമ്മൾ കാണുന്നവർക്കും ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ നിന്ന സമയത്തുണ്ട് വേഗം പഞ്ചസാര ഒരു തട്ടിലും നമ്മുടെ രാധയുടെ പൊന്നോമന മറ്റേ തട്ടിലും ഇരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ കേട്ടോ. ഇതങ്ങ് പോങ്ങി രണ്ടും സമാസമം അങ്ങ് നിന്നു. അപ്പോഴത്തേക്ക് ഇത് മതിയായിരുന്നോ എന്നിങ്ങനെ അവരൊക്കെ വിശ്വസിക്കാൻ രാധ കണ്ടു കേട്ടോ. പക്ഷേ അതിൽ ഇതിൻ്റെ തുലാഭാരത്തട്ടിൻ്റെ താഴെയുണ്ടല്ലോ ഒരു കുഞ്ഞി കൈ കണ്ടു പൊക്കിപ്പിടിക്കണത്. ആ ഭക്തയെ അറിയാം, വേറൊന്നും നിവൃത്തിയില്ല ആ കുട്ടിക്ക്. അപ്പം ആ ഭക്തയെ രക്ഷിക്കാനായിട്ട് ആഗ്രഹം, പണ്ട് മുതലേയുള്ള ആഗ്രഹമല്ലേ തുലാഭാരം വേണമെന്നുള്ള കൊച്ചിന്, അത് രക്ഷിക്കാനായിട്ട് ആ കുഞ്ഞിക്കൈ, ശ്രീലകത്തെ ആ കണ്ണൻ്റെ കുഞ്ഞിക്കൈ ഇവിടം വരെ നീണ്ടോ നമുക്കറിയില്ല. എന്തായാലും ശരി, ആ തുലാഭാരത്തട്ട് പതുക്കെ പൊക്കുന്നുണ്ട് അവിടെ നിന്ന്. ഇതിൽ കൂടുതൽ എന്താ രാധയ്ക്ക് വേണ്ടത്? അങ്ങനെ സാക്ഷാൽ രാധയെപ്പോലെ തന്നെ കണ്ണൻ്റെ രാധ, അതുപോലെ ഈ രാധയും പേരങ്ങനെയാണ്. എങ്കിലും ആ കണ്ണൻ്റെ അപാരമായ അനുഗ്രഹത്തിന് പാത്രീഭൂതയായ ആ രാധയെപ്പോലെ നമുക്കും ഭഗവാന്റെ കാരുണ്യവും കടാക്ഷവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.